താഴ്വര ഭാഗം 31. മാസങ്ങൾ കടന്നുപോയി. താരിന്റെ കണ്ടെത്തലുകളിൽ നിന്നുള്ള ഒട്ടനവധി മരുന്നുകൾ നിർമ്മിക്കപ്പെട്ടു. സംഭരണശാലയിലെ അലമാരകൾ പുതുതായി തയ്യാറാക്കിയ മരുന്നുകൾ നിറച്ച മൺഭരണികൾ കൊണ്ട് നിറഞ്ഞു. ചികിത്സാ കേന്ദ്രം കാലങ്ങളായി സ്ഥിരമായി പിന്തുടർന്നു വന്ന രീതികളിൽ നിന്നും ഇപ്പോൾ കൂടുതൽ മെച്ചപ്പെട്ട പ്രതിവിധികളായി പരിഷ്കരിക്കപ്പെട്ടു. ജെയിൻവർ മരുന്നുകൾ രോഗികളിൽ പ്രയോഗിച്ചു തുടങ്ങി. ചികിത്സകൾ കൂടുതൽ ഫലപ്രദമായിരുന്നു. ഫലം വിചാരിച്ചതിനേക്കാൾ വേഗത്തിലായിരുന്നു. രോഗികൾ വ്യത്യാസം ശ്രദ്ധിച്ചു. ഒരിക്കലും ഭേദമാക്കാൻ കഴിയില്ല എന്ന് കരുതിയ രോഗങ്ങൾ ഭേദമായി. ഓരോ വിജയകരമായ പരീക്ഷണത്തിലും പരിചാരകരുടെ ആത്മവിശ്വാസം വളർന്നു. ജെയിൻവറിന്റെ പ്രശസ്തി കൂടുതൽ ഉയരത്തിലായി. ഈ പുതിയ രീതികൾ കേദിരിയിലെ മറ്റുള്ള വൈദ്യന്മാരെയും ദീർഘകാല പരിശീലനം ലഭിച്ച രോഗശാന്തിക്കാരെയും അത്ഭുതപ്പെടുത്തി. താരിൻ പൂർണ്ണമായും ചികിത്സാ കേന്ദ്രത്തിന്റെ ഭാഗമായി മാറി. ജെയിൻവർ ചികിത്സാ കേന്ദ്രത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും താരിനെ ഉൾപ്പെടുത്തി. ആഴ്ചയിൽ 2 ദിവസം കുട്ടികൾക്ക് പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുവാനുള്ള ചുമതല ജെയിൻവർ താരിനെ ഏൽപ്പിച്ചു. പതിയെ ചികിത്സാ കേന്ദ്രം താരിന്റെ കൂടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ചലിക്കുവാൻ തുടങ്ങി. അവിടെ രേഖയുടെ സ്ഥാനത്തിനും മാറ്റം വന്നു. അവളിപ്പോൾ പശ്ചാത്തലത്തിലെ നിശബ്ദ സഹായിയായിരുന്നില്ല. താരിനും ജെയിൻവറിനുമൊപ്പം മാസങ്ങളോളം പ്രവർത്തിച്ചത് തനിക്കുണ്ടെന്ന് അവൾ മനസ്സിലാക്കാതിരുന്ന കഴിവുകൾ പുറത്തു കൊണ്ടുവന്നു. എണ്ണമറ്റ ആവർത്തനങ്ങളാലും തിരുത്തലുകളാലും മൂർച്ച കൂട്ടിയ അവളുടെ ഓർമ്മ വേഗത്തിലായി. ചില സമയങ്ങളിൽ ഒരു കാര്യം ചെയ്യാൻ നിർദ്ദേശിക്കുന്നതിന് മുമ്പ് തന്നെ അവൾ പൂർത്തിയാക്കുമ്പോൾ ജെയിൻവർ ചെറുതായി അത്ഭുതത്തോടെ അവളെ നോക്കുമായിരുന്നു. അവൾ വെറുതെ നിർദ്ദേശങ്ങൾ പിന്തുടരുകയായിരുന്നില്ല, അവൾ രൂപാന്തരപ്പെടുകയായിരുന്നു. അതവൾ സ്വയം അനുഭവിച്ചു. ഇപ്പോൾ മരുന്നുകൾ താരിന്റെ സാന്നിധ്യമില്ലാതെ തന്നെ നിർമ്മിക്കപ്പെടാൻ തുടങ്ങി. താരിൻ ആ സമയം ചികിത്സാ കേന്ദ്രത്തിലെ മറ്റു പ്രവർത്തനങ്ങളിൽ മുഴുകി. പക്ഷെ തിരക്ക് കുറഞ്ഞ വൈകുന്നേരങ്ങളിൽ അവർ കണ്ടു അവരുടെ പാഠങ്ങൾ തുടർന്നു. വൈകിയ വേളകളിലേക്ക് നീളുന്നതും മനസ്സിലും ശരീരത്തിലും അടയാളം അവശേഷിപ്പിക്കുന്നതുമായ ശാന്തമായ അധ്വാനത്തിലൂടെ ദിവസങ്ങൾ കടന്നുപോയി. ഈ സമയമായപ്പോഴേക്കും കേദിരിയുടെ വിഭവങ്ങൾ ഉപയോഗിച്ച് തയ്യാറാക്കാൻ കഴിയുന്ന മരുന്നുകൾ ഏതാണ്ടെല്ലാം പൂർത്തിയാക്കിയിരുന്നു. അവരുടെ കുറിപ്പുകളും മേശകളും മാസങ്ങളോളം നീണ്ട അശ്രാന്ത പരിശ്രമത്തിന് സാക്ഷ്യം വഹിച്ചു. താരിന്റെ ചില പ്രധാന കണ്ടെത്തലുകൾ അപ്പോഴും പരീക്ഷിക്കപ്പെടാതെ കിടന്നു. പൂർത്തിയാകാതെ കിടന്ന എല്ലാത്തിൻ്റെയും ഭാരം അവൻ തന്നിൽ തന്നെ വഹിച്ചു. ഏറ്റവും നിർണായകമായ പല മരുന്നുകൾക്കും കൊമാരുവിൽ മാത്രം നിലനിൽക്കുന്ന വസ്തുക്കൾ ആവശ്യമായിരുന്നു. ഒരു നീണ്ട ദിവസത്തെ തയ്യാറെടുപ്പിന് ശേഷം അത്തരമൊരു വൈകുന്നേരമാണ് താരിനും ജെയിൻവറുമായി അതിനെക്കുറിച്ചുള്ള സംഭാഷണം നടന്നത്. അവർക്ക് മുന്നിലുള്ള മേശയിൽ അവരുടെ പുരോഗതിയുടെ ഒരു ചിതറിയ ഭൂപടമുണ്ടായിരുന്നു. വൃത്തിയുള്ള ചിഹ്നങ്ങളോടെ ജെയിൻവറിന്റെ ശ്രദ്ധയുള്ള കൈപ്പടയിൽ എഴുതിയ കുറിപ്പുകൾ. ജെയിൻവർ കുറിപ്പുകൾക്ക് മുകളിലേക്ക് ചാരി പൂർത്തിയാക്കിയ പ്രതിവിധികളുടെ നീണ്ട പട്ടികയിൽ വിരലോടിച്ചു. സംതൃപ്തിയും ചിന്തയും അടയാളപ്പെടുത്തിയ അയാളുടെ മുഖത്ത് അപൂർവമായ ഒരു മൃദുത്വമുണ്ടായിരുന്നു. ഒരു നീണ്ട നിശബ്ദതയ്ക്ക് ശേഷം അയാൾ താരിന്റെ നേർക്ക് തലയുയർത്തി. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, ജെയിൻവർ സാവധാനം അഭിമാനത്തോടെ പറഞ്ഞു. ഈ സമയത്തിനുള്ളിൽ ഞാൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ. അയാൾ നിർത്തി. മനസ്സിൽ അവയുടെ ഭാരമളക്കുന്നതുപോലെ നിറഞ്ഞ ഭരണികളുടെ നിരകളിലേക്ക് നോക്കി. എന്നിട്ട് താരിനിലേക്ക് തിരിഞ്ഞു നോക്കി. അയാളുടെ കണ്ണുകൾ ജിജ്ഞാസയോടെ ചെറുതായി കൂർത്തു. എന്നാൽ ഇപ്പോൾ അടുത്തതെന്താണ് താരിൻ? മേശപ്പുറത്തു നിന്നും എടുത്ത ഉണങ്ങിയ മരത്തൊലയുടെ അവശിഷ്ടം കൈകൾക്കിടയിൽ ഞെരിക്കുകയായിരുന്ന താരിൻ ഒരു നിമിഷം നിശ്ചലനായി. അവന്റെ നോട്ടം ഭരണികളിലേക്ക് മാറി. വീണ്ടും ഉയർന്നു. സ്ഥിരവും ശാന്തവുമായി അവൻ തന്റെ അരികിൽ നിന്ന് കുറിപ്പുകളുടെ ഒരു കെട്ടെടുത്ത് മേശപ്പുറത്ത് വെച്ചു. എന്നിട്ട് അലമാരകളിൽ നിറഞ്ഞിരിക്കുന്ന ഭരണികളിലേക്ക് കൈചൂണ്ടി പറഞ്ഞു, ഇവ കേദിരി വാഗ്ദാനം ചെയ്ത വിഭവങ്ങൾ കൊണ്ട് നമ്മൾ തയ്യാറാക്കിയതാണ്. അവൻ മേശപ്പുറത്തുള്ള കുറിപ്പുകളിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു, ബാക്കിയുള്ളവ കൊമാരുവിൽ കാത്തിരിക്കുകയാണ്. അവയില്ലാതെ നമുക്ക് മുന്നോട്ടു പോകാൻ കഴിയില്ല. ജെയിൻവർ താരിൻ മേശപ്പുറത്ത് വെച്ച കുറിപ്പുകളിലേക്ക് നോക്കി. അസുലഭവും അമൂല്യവുമായ ഔഷധങ്ങൾ ഇതുവരെ തയ്യാറാക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ചിന്ത അയാളുടെ മുഖത്ത് നിരാശ പടർത്തി. ജെയിൻവർ താരിനെ നോക്കി. നിന്റെ കുറിപ്പുകൾ. അയാൾ ഒരു നീണ്ട വിരൽ കൊണ്ട് കുറിപ്പുകളുടെ കൂമ്പാരത്തിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് സ്പർശിക്കാൻ കഴിയാത്ത മരുന്നുകളെക്കുറിച്ച് ഇപ്പോഴും സംസാരിക്കുന്നു. താരിൻ കൂമ്പാരത്തിലേക്ക് നോക്കി. എന്നിട്ട് ജെയിൻവറിനെ നോക്കിക്കൊണ്ട് ശാന്തമായി പറഞ്ഞു, എങ്കിൽ കുമാരുവിലേക്ക് തിരികെ പോകേണ്ട സമയമായിരിക്കുന്നു. കേദിരിക്ക് കഴിയാത്തത്
പർവ്വതങ്ങളിലുണ്ട്. മരുന്നുകൾ പൂർണ്ണമായി തയ്യാറാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ അവ ഇവിടെ കൊണ്ടുവരണം. നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ പോയി അവയെല്ലാം കൊണ്ടുവരാം. ജയൻവർ പെട്ടെന്ന് മറുപടി പറഞ്ഞില്ല. അയാൾ പിന്നോട്ട് ചാരി. ചിന്ത കനത്തു. കേതിരിയിലെ മരുന്നുകളുടെ അലമാരകൾക്കും താരിന്റെ മുഖത്തെ ശാന്തമായ നിശ്ചയദാർഢ്യത്തിനുമിടയിൽ അയാളുടെ നോട്ടം മാറി. കുമാരുവിൽ നിന്നുള്ള ഔഷധങ്ങളെക്കുറിച്ച് ചിന്തിച്ചു. പക്ഷെ താരിൻ ജയൻവറിന്റെ മുഖത്തു നിന്നും കണ്ണെടുത്തില്ല. അവന്റെ നിശ്ചയദാർഢ്യം നിശ്ചലമായ വായുവിലെ വിളക്കിന്റെ സ്ഥിരമായ ജ്വാല പോലെ വ്യക്തമായി കത്തി. ഒടുവിൽ ജയൻവർ മുന്നോട്ട് ചാഞ്ഞ് പതിയെ പറഞ്ഞു, പോകുവാനുള്ള സമയം തീരുമാനിച്ചോളൂ. അങ്ങനെ ആ ലളിതമായ കൈമാറ്റത്തിൽ അടുത്ത ചുവട് നിശ്ചയിച്ചു. മാസങ്ങളുടെ അധ്വാനം അവരെ ഈ പരിധിയിലെത്തിച്ചിരിക്കുന്നു. ഇപ്പോൾ മുന്നോട്ടുള്ള പാത കേതിരിക്കപ്പുറത്ത് കുമാരുവിന്റെ മറഞ്ഞിരിക്കുന്ന താഴ്വരയിലേക്ക് നീണ്ടു. അവരുടെ തീരുമാനത്തെ തുടർന്നുള്ള ദിവസങ്ങളിൽ താരിൻ അവന്റെ കുറിപ്പുകൾ പരിശോധിച്ച് താഴ്വരയിൽ നിന്നും കൊണ്ടുവരേണ്ട മരുന്നുകളുടെ പട്ടിക തയ്യാറാക്കി. അവൻ വേരുകൾ, ഇലകൾ, മരത്തുലികൾ എന്നിവ പ്രത്യേകം തരംതിരിച്ചെഴുതി. 2 ദിവസത്തേക്ക് അവന്റെ മുറിയിലെ വിളക്ക് വൈകിയാണ് അണഞ്ഞത്. എണ്ണ തീരുന്നതുവരെ അവന്റെ തൂവൽ പേന ചലിച്ചുകൊണ്ടിരുന്നു. അന്നേ ദിവസത്തെ ജോലിക്ക് ശേഷം രേഖ ഒഴിഞ്ഞ ഭരണികൾ വെറുതെ തരംതിരിക്കുകയായിരുന്നു. അവളുടെ ചിന്ത താരിനിലേക്ക് പോയി. 2 ദിവസമായി അവനുമായി സംസാരിച്ചിട്ട് ഇന്നലെ വൈകുന്നേരം മണ്ഡപത്തിൽ കുട്ടികൾക്ക് പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇന്നുച്ചവരെ രോഗികളുമായി തിരക്കിലായിരുന്നു. എന്നാൽ അതിനുശേഷം അവൻ അപ്രത്യക്ഷനായി. അസ്വസ്ഥയായി അവൾ എഴുന്നേറ്റ് അവനെ തിരയാൻ തുടങ്ങി. ഔഷധത്തോട്ടത്തിലും പിന്നിലുള്ള വരാന്തയിലും അവനെ കണ്ടില്ല. അവൾ ഉള്ളിലേക്ക് കടന്നു. പരീക്ഷണശാലയിലും സംഭരണമുറിയിലും അവനെ തിരഞ്ഞു. ജയൻവറിന്റെ വായനാമുറി തുറന്നു കിടന്നിരുന്നു. അവൾ വാതിൽക്കൽ നിന്ന് അകത്തേക്ക് നോക്കി. ജയൻവർ അവിടെ ഇരുന്നു. തലകുനിച്ച് പഠനത്തിൽ മുഴുകിയിരുന്നു. താരിൻ അവിടെ ഉണ്ടായിരുന്നില്ല. ജയൻവറിന്റെ കണ്ണുകൾ അവളിലേക്ക് ഉയർന്നപ്പോൾ അയാൾ സംസാരിക്കുന്നതിനു മുമ്പ് അവൾ വഴുതിമാറി. ഒടുവിൽ അവൾ താരിന്റെ മുറിയിലേക്ക് നയിക്കുന്ന ഇടനാഴിയിലേക്ക് കടന്നു. അവൾ ഒരു നിമിഷം മടിച്ചു. അനുവാദമില്ലാതെ അവന്റെ മുറിയിൽ കടന്ന ശേഷം ഈ ഭാഗത്തേക്ക് അവൾ വരുന്നത് ഇതാദ്യമായാണ്. അവളുടെ ചുവടുകൾ മന്ദഗതിയിലായി. താരിന്റെ മുറിയുടെ വാതിൽ പാതി തുറന്നിരുന്നു. വാതിൽക്കലെത്തി അവൾ അകത്തേക്ക് എത്തി നോക്കി. താരിൻ തന്റെ മേശപ്പുറത്ത് തല താഴ്ത്തി വൃത്തിയുള്ള വരികളിൽ എഴുതുകയായിരുന്നു. വിളക്കിന്റെ വെളിച്ചം അവന്റെ മുടിയിലെ നേർത്ത തിളക്കത്തിൽ പതിഞ്ഞു. വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ട നിഴലറിഞ്ഞുകൊണ്ട് അവൻ പെട്ടെന്ന് തലയുയർത്തി. അവളെ കണ്ടപ്പോൾ അവന്റെ മുഖം മൃദുവായി. അവൻ പതിയെ ആംഗ്യം കാണിച്ചു. അകത്തേക്ക് വരൂ. അവൾ അകത്തേക്ക് കടന്നു. അവളുടെ കണ്ണുകൾ അവന് മുന്നിലെ മേശയിൽ പരന്നു കിടക്കുന്ന വസ്തുക്കളിലൂടെ നീങ്ങി. പേരുകൾ കൊണ്ട് നിറഞ്ഞിരുന്ന കടലാസുകൾ നിരന്നു കിടന്നു. അവൾ മേശയ്ക്കൽപ്പം അകലെ നിന്നു. നീ എന്താണ് എഴുതുന്നത്? ചിതറിക്കിടക്കുന്ന കുറിപ്പുകളിൽ നിന്നും കണ്ണെടുക്കാതെ അവൾ ചോദിച്ചു. പുതിയൊരു മരുന്നിനുള്ള തയ്യാറെടുപ്പാണോ? അവൻ പേന താഴെ വെച്ചുകൊണ്ട് പറഞ്ഞു, തയ്യാറെടുപ്പല്ല, ഒരു പട്ടികയാണ്. കുമാരുവിൽ നിന്നും കൊണ്ടുവരേണ്ട ഔഷധങ്ങളുടെ പട്ടിക. ഞാൻ കുമാരുവിലേക്ക് തിരിച്ചു പോവുകയാണ്. പുതിയ മരുന്നുകൾക്കായി നമുക്ക് ധാരാളം കാര്യങ്ങൾ ആവശ്യമുണ്ട്. അവയെല്ലാം ഞാനിവിടെ കൊണ്ടുവരണം. വാക്കുകൾ അവളുടെ നെഞ്ചിൽ പെട്ടെന്നുള്ള മിന്നൽ പോലെ പതിച്ചു. അവളുടെ ശ്വാസം മുറുകി. പക്ഷെ അവളുടെ മുഖത്തത് വെളിപ്പെടുത്തിയില്ല. പകരം അവൾ മേശയുടെ അടുത്തേക്ക് ചുവടുവെച്ചു. നീ എഴുതിയത് ഞാൻ കണ്ടോട്ടെ? കുറിപ്പുകളിൽ നിന്നും കണ്ണെടുക്കാതെ കൂടുതൽ നേരിയ സ്വരത്തിൽ അവൾ ചോദിച്ചു. അവൻ തോൽക്കടലാസ് അവളുടെ നേർക്ക് തള്ളി. അവൾ അതിന് മുകളിലേക്ക് കുനിഞ്ഞു. അവളുടെ വിരലുകൾ കടലാസിന്റെ മുകളിലൂടെ ഓടിച്ച് അതിലെ പേരുകൾ വായിച്ചു. രേഖ കൂടുതൽ മുന്നോട്ട് ചാരി. അവളുടെ കണ്ണുകൾ വിടർന്നു. അപ്പോൾ നീ മരുവാവേരുകളും കേസർ തൊലിയും പിന്നെ ഉമാരിലിലകളും കേതിരിയിലേക്ക് കൊണ്ടുവരുമോ? അവളുടെ വാക്കുകൾ അവൾ ഉദ്ദേശിച്ചതിലും വേഗത്തിൽ പുറത്തു വന്നു. ഇവയെല്ലാം നമ്മളിവിടെ തയ്യാറാക്കുമോ? താരിൻ മറുപടി പറഞ്ഞില്ല. അവൻ നിശബ്ദനായി അവളെ തന്നെ നോക്കിയിരുന്നു. നീ എപ്പോഴാണ് പോകുന്നത്? അവൾ വീണ്ടും ചോദിച്ചു. അത് നേരത്തെയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ എനിക്ക് അവയെ വേഗം കാണാൻ കഴിയുമല്ലോ. താരിന്റെ നോട്ടം അവളിൽ തന്നെ തങ്ങി നിന്നു. അവളുടെ ആവേശം അവനെ രസിപ്പിച്ചതുപോലെ അവന്റെ ഭാവം മൃദുവായി. നേരിയൊരു പുഞ്ചിരി അവന്റെ ചുണ്ടുകളിൽ സ്പർശിച്ചു. കുമാരുവിലേക്ക് പോകുന്നതിൽ ഇപ്പോൾ എന്നേക്കാൾ കൂടുതൽ ആകാംക്ഷ നിനക്കാണല്ലോ. രേഖ പരിഭ്രമത്തോടെ ചിരിച്ചു. കാരണം നീ അവയ്ക്കെല്ലാം ജീവനുള്ളതുപോലെയാണ് എന്നോട് സംസാരിച്ചത്. അവളുടെ ശബ്ദം ഇപ്പോൾ കൂടുതൽ ശാന്തമായി. മരുവ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ കാണപ്പെടുന്നതെന്ന് എനിക്കറിയണം.
അതിൻ്റെ വേരുകൾ നീ പറയുന്നത്ര വിളറിയതാണോ എന്ന് കേസർ മരത്തുലി എൻ്റെ കയ്യിൽ പിടിക്കണം. അത് കേൾക്കുന്നത്ര ഭാരമുണ്ടോ എന്ന് കാണണം. ഒമാരിലിലിയുടെ മണമറിയണം. അതിൻ്റെ കയ്പ് ശരിക്കും അത്ര ശക്തമാണോ എന്ന് കാണണം. അവളൊന്ന് നിർത്തി വീണ്ടും തുടർന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അവ ഇപ്പോഴും മറഞ്ഞിരിക്കുകയാണ്. നിന്റെ ശബ്ദത്തിലൂടെ മാത്രമല്ല, എൻ്റെ സ്വന്തം കൈകൾ കൊണ്ട് എനിക്കവയെല്ലാം അറിയണം. താരിൻ്റെ കണ്ണുകൾ ഉയർന്നു. ശാന്തമായി അവളിൽ തങ്ങി നിന്നു. അവളുടെ നോട്ടം അവൻ്റേതിലുടക്കി. അവൾ മുമ്പ് വായിച്ച പേരുകൾ, താരിനിൽ നിന്നും മാത്രം കേട്ട ശബ്ദങ്ങൾ ഇപ്പോൾ അവളുടെ കൈകളിലേക്ക് വരുന്നു എന്നുള്ള യാഥാർത്ഥ്യം അവളെ കുമാരിവിലേക്ക് വലിച്ചടിപ്പിക്കുന്നത് പോലെ തോന്നി. അവളുടെ ചുണ്ടുകൾ അകന്നു. വാക്കുകൾ അവൾ അറിയാതെ പുറത്തു വന്നു. കുമാരുവിലേക്ക് നിന്റെ കൂടെ. പെട്ടെന്നെന്തോ തിരിച്ചറിവ് വന്നതുപോലെ അവൾ പാതി വഴിയിൽ നിർത്തി. അവൾ സംസാരം മറ്റെന്തിലേക്കോ തിരിച്ചു. നീ അവ കൊണ്ടുവരുമ്പോൾ അവ നമ്മളിവിടെ ഒരുമിച്ച് തയ്യാറാക്കുമോ? അവളുടെ വാക്കുകൾ ആഗ്രഹത്താൽ കനത്തു. അതെ, അവയെല്ലാം നമ്മൾ ഒരുമിച്ച് തയ്യാറാക്കും. അവളുടെ കണ്ണുകളിൽ നിന്നും നോട്ടം മാറ്റാതെ താരിൻ പറഞ്ഞു. നീ ആഗ്രഹിച്ചതുപോലെ അവയെല്ലാം നിന്റെ കൈകളിൽ കൂടെ കടന്നുപോകും. താരിൻ്റെ നോട്ടത്തിൽ രേഖയുടെ ശ്വാസം നിന്നു. ഒരു നിമിഷം അവൾ താഴേക്ക് നോക്കി. എന്നിട്ട് വീണ്ടും മുകളിലേക്ക്. അവളുടെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വിടർന്നു. എങ്കിൽ വേഗം പോവുക താരിൻ, അവൾ മന്ത്രിച്ചു. ഞാൻ കാത്തിരിക്കും. അവ എൻ്റെ മുന്നിൽ എത്തുന്ന ദിവസത്തിനായി. അവളുടെ കണ്ണുകളിലെ ആകാംക്ഷ താരിനെ സന്തോഷിപ്പിച്ചു. 2 ദിവസത്തിന് ശേഷം താരിൻ യാത്രയ്ക്ക് തയ്യാറായി. അവൻ്റെ തുണിസഞ്ചി തയ്യാറാക്കി വച്ചിരുന്നു. മേശപ്പുറത്ത് അവൻ്റെ കുറിപ്പുകൾ തുറന്നു വെച്ചിരുന്നു. നേരിയ പ്രഭാത വെളിച്ചത്തിൽ അവൻ്റെ അവസാന അടയാളപ്പെടുത്തലുകളുടെ മഷി ഏതാണ്ട് ഉണങ്ങിയിരുന്നില്ല. അവൻ പൂർത്തിയാക്കിയ പട്ടിക തലേന്ന് രാത്രി ഒന്നുകൂടി മെച്ചപ്പെടുത്തിയിരുന്നു. ഇപ്പോഴും മറ്റെന്തെങ്കിലും മാറ്റം വരുത്തണമോ എന്നവൻ നോക്കിക്കൊണ്ടിരുന്നു. രേഖ മുറിയിലേക്ക് പതിയെ പ്രവേശിച്ചു. കയ്യിലൊരു ചെറിയ നൂൽക്കഷ്ണമുണ്ടായിരുന്നു. താരിൻ തൻ്റെ കെട്ടിപ്പടുക്കലിൽ നിന്ന് തലയുയർത്തി നോക്കി. അവൾ അവൻ്റെ മേശക്കരികിലേക്ക് ചെന്നു. അവളുടെ കണ്ണുകൾ കടലാസിലൂടെ ഓടി. എല്ലാം തയ്യാറായോ? അവൾ പതിയെ ചോദിച്ചു. അവൻ തലയാട്ടി. അവസാനത്തെ കടലാസ് അവൾക്ക് നേരെ തള്ളി. ഇവയാണ് അന്തിമ പട്ടികകൾ. എളുപ്പത്തിൽ ശേഖരിക്കാനായി ഞാൻ അവയെ വേർതിരിച്ചിട്ടുണ്ട്. ഈ സമയം കുമാരുവിലെ ചരിവുകൾ എളുപ്പമായിരിക്കില്ല. ചില വേരുകൾ ആഴത്തിൽ കുഴിച്ചാലേ കിട്ടുകയുള്ളൂ. അവൾ മറുപടി പറഞ്ഞില്ല. പകരം അവൾ ചിതറിക്കിടക്കുന്ന കുറിപ്പുകൾ ശേഖരിച്ച് വൃത്തിയായി ക്രമീകരിച്ചു. അവൾ വീണ്ടും പേരുകളിലേക്ക് നോക്കി, അവ ഓർക്കാൻ എന്ന പോലെ. എന്നിട്ട് അവൾ കൊണ്ടുവന്ന നൂലുകൊണ്ട് അവ ശ്രദ്ധയോടെ കെട്ടി അവന് നൽകി. താരിൻ, നീ എത്ര ദിവസം കുമാരുവിൽ താമസിക്കും? അവളുടെ ശബ്ദം താഴ്ന്നതായിരുന്നു. കെട്ടിയ കുറിപ്പുകൾ സെഞ്ചിയിൽ വെക്കുന്നതിനിടയിൽ താരിൻ നിശ്ചലനായി. കുറഞ്ഞതൊരാഴ്ചയെങ്കിലും, അവൻ പറഞ്ഞു. അതിൽ കുറഞ്ഞ സമയം മതിയാകില്ല. എല്ലാം ശരിയായി കണ്ടെത്താനും ഉണക്കാനും കെട്ടിവെക്കാനും അത്രയും എടുക്കും. അവൻ കുറിപ്പുകൾ സഞ്ചിയിൽ വെച്ചു. രേഖ നേരിയതായി തലയാട്ടി. അവളുടെ വിരലുകൾ മേശയിൽ തട്ടി. അവളുടെ കണ്ണുകൾ സഞ്ചിയിൽ ഉറപ്പിച്ചു. താരിൻ തൻ്റെ സഞ്ചി അടയ്ക്കുന്നതിന് മുമ്പ് മടക്കിയ മറ്റൊരു കടലാസ് എടുത്ത് അവളുടെ നേരെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് നിനക്കുള്ളതാണ്. അവൾ കണ്ണു ചിമ്മി അത്ഭുതപ്പെട്ടു. എനിക്കോ? അവൻ പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി. അതെ, ഇതൊരു തയ്യാറെടുപ്പ് കുറിപ്പാണ് ഞാൻ എഴുതിയത്. ഇത് ജൈൻവറിനുള്ളതല്ല, എനിക്കു വേണ്ടിയാണ്. നിനക്കുള്ള ഒരു പരീക്ഷ. എൻ്റെ മാർഗനിർദ്ദേശമില്ലാതെ, എൻ്റെ മേൽനോട്ടമില്ലാതെ നീ ഇത് സ്വന്തമായി തയ്യാറാക്കണം. അതിൽ നിന്റെ കൈ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം അവൾ മടക്കിയ കടലാസിലേക്ക് തുറിച്ചു നോക്കി. വേഗത്തിൽ അത് കൈക്കലാക്കിക്കൊണ്ട് അവൾ അതിലേക്ക് ആവേശത്തോടെ നോക്കി. എന്നിട്ട് കണ്ണുകൾ അവൻ്റെ മുഖത്തേക്കുയർത്തി. അവളുടെ ചുണ്ടുകൾ ഒരു ചെറിയ, ഏതാണ്ട് കളിയാക്കുന്ന പുഞ്ചിരിയിലേക്ക് വളഞ്ഞു. നീ വിചാരിക്കുന്നതിനേക്കാൾ നന്നായി ഞാനത് തയ്യാറാക്കും, അവൾ പകുതി അഭിമാനത്തിലും പകുതി വെല്ലുവിളിയിലും പറഞ്ഞു. ഞാൻ ഈ പരീക്ഷണം വിജയിക്കും. താരിൻ്റെ പുഞ്ചിരി ആഴത്തിലായി. തിരിച്ചു വരുമ്പോൾ എനിക്കത് കാണണം, അവൻ പറഞ്ഞു. അവൻ സഞ്ചി തോളിൽ തൂക്കി വാതിലിലേക്ക് തിരിഞ്ഞു. രേഖ അവനെ പിന്തുടർന്നു. പുറത്ത് ഇടനാഴി നേരിയ പ്രഭാത വെളിച്ചത്തിൽ പ്രകാശിച്ചു. ഉണരുന്ന പക്ഷികളുടെ ശബ്ദത്തിൽ വായു വിറച്ചു. അവർ പ്രധാന തളത്തിലെത്തിയപ്പോൾ ജൈൻവർ ഇതിനകം കാത്തിരിക്കുകയായിരുന്നു. അയാളുടെ ഉയരമുള്ള ശരീരം വാതിൽക്കൽ നിന്നു. കൈകൾ പിന്നിൽ മടക്കി വച്ചിരുന്നു. താരിനടുത്തേക്ക് വന്നപ്പോൾ അയാൾ തലയുയർത്തി നോക്കി. താരിൻ ആഴത്തിൽ കുമ്പിട്ടു. ഞാൻ വേഗം തിരിച്ചെത്തും, അവൻ പറഞ്ഞു. ജൈൻവർ മുന്നോട്ട് ചുവടുവെച്ച് അവൻ്റെ തോളിൽ കൈവച്ചു.
സുരക്ഷിതമായി പോയി വരിക താരിൻ, അയാൾ പതിയെ പറഞ്ഞു. നീയില്ലാതെ ഇവിടം ശൂന്യമായിരിക്കും. താരിൻ ജെയിൻവറിനെ നോക്കി. നമുക്കാവശ്യമുള്ളതെല്ലാം കിട്ടിയാൽ ഞാൻ ഉടൻ തന്നെ തിരികെ യാത്ര തുടങ്ങും. ഒരു ദിവസം പോലും കൂടുതൽ പാഴാക്കില്ല. ജെയിൻവർ തലയാട്ടി. അയാളുടെ ഭാവം ശാന്തമായിരുന്നു. പക്ഷെ അതിനിടയിലും നേരിയൊരു ഭാരമുണ്ടായിരുന്നു. ഓർക്കുക, നീ ഔഷധസസ്യങ്ങൾ മാത്രമല്ല കൊണ്ടുവരുന്നത്. ഒരു നിശബ്ദതയ്ക്ക് ശേഷം അയാൾ തുടർന്നു. നമ്മളിവിടെ ആരംഭിച്ചത് പൂർത്തിയാക്കുമെന്നുള്ള വാഗ്ദാനം കൂടിയാണ്. അതിനെക്കുറിച്ച് ശ്രദ്ധാലുവായിരിക്കുക. താരിൻ വീണ്ടും തലകുനിച്ചു. എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അവർ ഒരുമിച്ച് മുറ്റത്തേക്ക് ചുവടുവെച്ചു. ആകാശം നിറം വെച്ച് തുടങ്ങിയിരുന്നു. സൂര്യന്റെ ആദ്യത്തെ അറ്റം മരങ്ങൾക്ക് മുകളിൽ പൊങ്ങി വന്നു. രേഖ അല്പം പിന്നിൽ നിന്നു. അവളുടെ കണ്ണുകൾ ശാന്തമായി അവരെ പിന്തുടർന്നു. അവൾ മടക്കിയ കടലാസ് കയ്യിൽ പിടിച്ചു. ജെയിൻവർ ഒരിക്കൽ കൂടി താരിനിലേക്ക് തിരിഞ്ഞു. കഴിഞ്ഞ രാത്രിയിലെ മഴയിൽ പാത നനഞ്ഞിരിക്കും, അയാൾ പറഞ്ഞു. പഴയ പാലം വരെ മുകളിലെ വഴിയിലൂടെ പോവുക. താഴത്തെ ചെരിവ് വഴുവഴുപ്പുള്ളതായിരിക്കും. താരിൻ തലയാട്ടി. ശ്രദ്ധിക്കാം. ഒരു നിമിഷം അവരിലാരും സംസാരിച്ചില്ല. ഉണരുന്ന പട്ടണത്തിന്റെ സാവധാനത്തിലുള്ള മർമ്മരം മാത്രമേ നിശബ്ദതയിൽ നിറഞ്ഞിരുന്നുള്ളൂ. താരിൻ അവരെ രണ്ടുപേരെയും നോക്കി. ആദ്യം ജെയിൻവറിനെ, എന്നിട്ട് രേഖയെ. അവളുടെ കണ്ണുകളിൽ അവന്റെ നോട്ടം ഒരു നിമിഷം കൂടുതൽ തങ്ങി നിന്നു. ഞാൻ വേഗത്തിൽ തിരിച്ചെത്തും, അവൻ ലളിതമായി പറഞ്ഞു. ജെയിൻവർ തലയാട്ടി. വിടവാങ്ങലിന്റെയും വിശ്വാസത്തിന്റെയും ആംഗ്യം. പോവുക. താരിൻ തിരിഞ്ഞ് ചികിത്സാ കേന്ദ്രത്തിൽ നിന്ന് വളഞ്ഞു പോകുന്ന പാതയിലൂടെ നടക്കാൻ തുടങ്ങി. ഉദയസൂര്യൻ കല്ലുകളിൽ സ്വർണം പരത്തി. അവന്റെ നിഴൽ അവന്റെ പിന്നിൽ നീണ്ട് രേഖ നിൽക്കുന്നിടം വരെ ഏതാണ്ടെത്തി. ജെയിൻവറും രേഖയും നിശബ്ദമായി നോക്കി നിന്നു. കുറച്ചു സമയത്തിന് ശേഷം ജെയിൻവർ പതിയെ ശ്വാസം വിട്ടു. എന്നിട്ട് താഴ്വരെ അവനെ കാത്തുസൂക്ഷിക്കട്ടെ എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് അവൻ ചികിത്സാ കേന്ദ്രത്തിലേക്ക് തിരിഞ്ഞു. അവന്റെ മനസ്സിതിനകം അന്നേ ദിവസം കാത്തിരിക്കുന്ന ജോലിയെക്കുറിച്ച് ആലോചിച്ചു. രേഖ ചലിച്ചില്ല. താരിൻ പാതയുടെ വളവിലേക്ക് മറഞ്ഞതിന് ശേഷവും അവളുടെ കണ്ണുകൾ പാതയിൽ ഉറപ്പിച്ചു. അവളുടെ വിരലുകൾ മടക്കിയ കടലാസ് ഹൃദയത്തോട് ചേർത്തമർത്തി. നേരിയ കാറ്റ് അവളുടെ മുടിയിലിളകി. പക്ഷെ അവൾ നിശ്ചലമായി നിന്നു. അവളുടെ ശ്വാസം നീർത്തു. അവളുടെ ചിന്തകൾ അവനോടൊപ്പം പാഞ്ഞു. അതേ വഴിയിലൂടെ കൊമാരുവിലേക്ക്. മുറ്റത്തെന്തോ ശബ്ദം കേട്ടപ്പോൾ മാത്രമാണ് അവൾ കണ്ണു ചിമ്മി നോട്ടം താഴ്ത്തിയത്. പ്രഭാതവായു അവളുടെ മുഖം തണുപ്പിച്ചു. പക്ഷെ അവളുടെ നെഞ്ചിനുള്ളിൽ കനത്ത ഒരു കത്തുന്ന ഭാരം നിറഞ്ഞു.